എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യണത് വീട്ടിലെ ഗാർഡൻ ആണ് കേട്ടോ. വീടിന് ചുറ്റും കുറേ ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത്ര വലിയ സംഭവമായിട്ടുള്ള ഗാർഡൻ ഒന്നല്ല, എങ്കിലും ഉള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ. ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുന്നിടത്ത് റൈറ്റ് സൈഡിലായിട്ട് 2 സ്റ്റാൻഡുകളാണ് വെച്ചിട്ടുള്ളത്. ഒരു സ്റ്റാൻഡിന് 2 സ്റ്റെപ്പും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാനുള്ള ഹുക്കും ഉണ്ട്. ഒരു സ്റ്റാൻഡ് വെറുതെ പ്ലെയിൻ ആണ്. അപ്പോൾ അതിലെല്ലാം ഞാൻ വൈറ്റ് കളറിലെ ചട്ടിയിൽ ഇലച്ചെടികളാണ് വെച്ചിട്ടുള്ളത്. അഗ്ലോണിമ അത്തരം ചെടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുറ്റത്തായിട്ട് തന്നെ ഒരു തെച്ചി, ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന തെച്ചിയാണ്. അതിലെപ്പോഴും പൂക്കളും മൊട്ടുകളും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെട്ടിക്കളയാനും തോന്നാറില്ല. അപ്പം അതങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ കാർ പോർച്ചിന്റെ സൈഡിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മുറ്റം മുഴുവനായിട്ട് ടൈലൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ മോൾക്ക് മണ്ണ് കാണുന്നതാണ് ഇഷ്ടം. മഴക്കാലത്ത് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മെറ്റലൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ തിണ്ണയോട് ചേർന്നും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ പനയും പിന്നെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഈ സ്റ്റാൻഡില് വെരിഗേറ്റഡ് സാൻസോവേരിയ വെച്ചിട്ടുള്ളത്. ഇതിന് വെയിൽ തട്ടിയ അപ്പം തന്നെ അതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഗാർഡനിൽ ഒരു മാവുണ്ട്, വലിയ മാവാണ്. മാവിന് ചുറ്റും കെട്ടി ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ മാവിന്റെ വേരൊക്കെ വന്നിട്ട് അതിങ്ങനെ വിണ്ടു പോവാറുണ്ട്. അവിടേക്ക് സിമെന്റ് വെച്ച് വീണ്ടും ഇങ്ങനെ പാച്ച് വർക്ക് ഒക്കെ ചെയ്യും. മാവിന്റെ ഇലയൊക്കെ നന്നായിട്ട് പൊഴിയും. പിന്നെ കിളികൾ കൊത്തിയ മാങ്ങ വീഴും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ഇത്തിരി പാടാണ്. എങ്കിലും ചെടികളെ ഇഷ്ടമുള്ളവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അല്ലെ. എല്ലാം ഇങ്ങനെ ചെയ്ത് ചെടികൾ കാണുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. മതിലിനോട് ചേർന്നുള്ള കോർണറിൽ ഞാൻ ഒരു കുഞ്ഞു കാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കും അതിനകത്ത് പാമ്പ് വന്നിരിക്കില്ലേ. അവരൊന്നും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരിക്കില്ലല്ലോ. ഇതുവരെ വെള്ളമൊഴിക്കാൻ പോയിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അവിടേക്ക് ഒരു വഴിയായിട്ട് കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട് ഒരു വഴി പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ചെടികളുടെ ഇടയിലൊക്കെ നന്നായിട്ട് പുല്ല് വരുന്ന കാരണം ഞാൻ അവിടെ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളത്. മതിലിനോട് ചേർന്ന ഭാഗത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഇലകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ വെയിൽ തട്ടുമ്പോൾ അവരുടെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകുന്നു. ആ ചെടിച്ചട്ടികൾ മാറ്റണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. ഇനി അവരൊക്കെ ഹെൽത്തി ആയിട്ട് വളർന്നോളും. അടുത്ത വേനൽക്കാലത്ത് ചട്ടികളൊക്കെ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു ലൈനായിട്ട് നാടൻ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. അതിന് വെയിൽ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്ത് 2 പേരയുണ്ടായിരുന്നു. അതിന് ഞാനിങ്ങനെ വളച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗവും പല പല ദിവസങ്ങളിലായിട്ട് തനിച്ച് തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പുറത്തുനിന്ന് ആളെ വിളിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് ഈ സന്തോഷം എന്തായാലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ ഡിസൈൻസ് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ചെടിച്ചട്ടികളും സ്റ്റാൻഡും അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. PVC പൈപ്പിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നതൊക്കെ. ഇത് കുറേ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെയിന്റ് ബക്കറ്റാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ചെടിക്കൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസിലെ അതിന് കയറ് ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആ ബക്കറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇപ്പോൾ ശംഖുപുഷ്പമാണ് പടർത്തി കൊടുത്തിട്ടുള്ളത്. ഒരു പൂവൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. നന്നായി മഴ കൊണ്ട് നശിച്ചു പോകുന്ന ചെടികളാണ് ഈ 10 മണി ചെടി. പക്ഷെ വേനൽക്കാലത്ത് ഇവർ നിറയെ അങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു മുള്ളാത്തയാണുള്ളത്. ഇത്തവണ ഇതിൽ കുറേ കായകളൊക്കെ ഉണ്ടായി. കുറച്ചൊക്കെ കേടുവന്ന് വീണു പോവുകയും ചെയ്തു. വീടിന്റെ ഉമ്മറത്തേക്ക് നന്നായിട്ട് വെയിലടിക്കും. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് തൈകളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ മുള്ളാത്തയുടെ മുകളിലേക്ക് ഞാനൊരു മോർണിംഗ് ഗ്ലോറി കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇതിന്റെ പൂവ് നിൽക്കുള്ളൂ. പക്ഷെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പിറ്റൂണിയ പ്ലാന്റും സ്റ്റാൻഡൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനടുത്തായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പോലത്തെ ചെടിയാണ് കേട്ടോ. അത് ശരിക്കും അതിൻ്റെ ഒരു കായൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോൾ ഒറിജിനൽ പൈനാപ്പിൾ പോലെ ഉണ്ട്. പക്ഷെ നല്ല ചെറുതാണ്. നമ്മുടെ ഗാർഡൻ ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. അതിൻ്റെ 2 വശത്തുമായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തു വരാനും കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മഴവെള്ളം നേരിട്ട് തട്ടാൻ പറ്റാത്ത ചെടിയാണ് കേട്ടോ ഈ അഡീനിയം ചെടികൾ. ഇതിൽ അത്യാവശ്യം പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂവൊക്കെ കുറഞ്ഞു. പിന്നെ ഇതിൻ്റെ വിത്തിൽ നിന്ന് ഞാൻ കുറേ തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീടിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതും ഒരു സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ചെറിയൊരു ആർച്ച് കൊടുത്തിട്ട് അതിലേക്ക് കാറ്റ് വാക്കാണ് പടർത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ ഒരു പോണ്ട് ഉണ്ട്. അതിലേക്ക് പോവാനായിട്ട് കുറച്ച് ടൈൽസൊക്കെ ഇട്ടിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ പോണ്ടിൻ്റെ സൈഡിലായിട്ട് ബോഗൻവില്ലയുടെ പല പല കളറുകളാണ് വെച്ചിട്ടുള്ളത്. നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങിട്ടോ. 1-2 മാത്രം വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. ഒട്ടിയ ചട്ടിയൊക്കെ എടുത്ത് പെയിൻറ് ചെയ്തിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ. ഇത് ഗാർഡൻ്റെ ഒരറ്റത്തുള്ള ഭാഗമാണ്. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ പേൾ ഗ്രാസ് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പം അത് ഓവറായിട്ട് പടർന്നിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ മെറ്റൽ ഇട്ട് കൊടുക്കണോ പേൾ ഗ്രാസ് വെക്കണോ എന്ന് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ടയർ പെയിൻറ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് PVC പൈപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തതാണ്. ഇത് മാവിൻ്റെ ചോട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവിടെയും ഒരു ആർച്ച് പോലെ കൊടുത്തിട്ട് അതിലും കാറ്റ് വാക്ക് പടർത്തിയിട്ടുണ്ട്. ഇതിൽ ഇല കാണാത്ത പോലെ പൂക്കളായിരുന്നു. ഇപ്പോൾ പൂവൊക്കെ കുറഞ്ഞു. വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിറയെ ചെടികളുണ്ടായിരുന്നു. ചട്ടിയിലും ഒക്കെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ നിന്ന് മാറ്റി. നിശാഗന്ധിയാണ്. കഴിഞ്ഞ വർഷം കുറേ പൂക്കളുണ്ടായി. ഇത്തവണ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. പാടത്തുനിന്ന് പറിച്ചു കൊടുന്ന വെള്ള താമരയാണ്. നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിനി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. ചെറിയൊരു ചട്ടിയിൽ വെച്ച മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് ചുവരിലൂടെ പടർന്ന് ഇപ്പം ഇങ്ങനെയായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റുന്നില്ല. അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. കരിതെച്ചിയുടെ കൊമ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തവണ കരിതെച്ചിയിൽ നിറയെ പൂവൊക്കെ ഉണ്ടായിട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ പൂവ് ലൈറ്റ് വയലറ്റ് കളറിലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. കരിതെച്ചി ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിപ്പിച്ച് വെക്കാറുണ്ട്. ഈ ചെടി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചിലർ പറഞ്ഞു എന്തോ നുറുങ്ങേരി എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം അത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയട്ടെ. ഇവിടെ പനിക്കൂർക്കയുടെ വെരിഗേറ്റഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്തു. പക്ഷെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. മുളക്, തക്കാളിയൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ സൈഡിലാണ് ഞാൻ വിത്തുകൾ പാകുക, അതുപോലെ ചെടിക്കമ്പുകളൊക്കെ പിടിപ്പിക്കാനായിട്ട് വെക്കുക. ഇവിടെ അത്ര അങ്ങനെ വെയിൽ വരാറില്ല. അങ്ങനെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെടി വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.